സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കേണ്ടിയിരുന്ന ടീകോം കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നീക്കം കരാറിന് വിരുദ്ധം. 2007 കരാർ അനുസരിച്ച് പദ്ധതി പരാജയപ്പെട്ടാൽ നഷ്ടപരിഹാരം ഈടാക്കേണ്ടത് ടീകോം കമ്പനിയിൽ നിന്നാണ്. ഇത് മറികടന്നാണ് ടീകോമിന് പണം നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം. VS സർക്കാരിന്റെ കാലത്താണ് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതിക്കായി ദുബായ് ഹോൾഡിംഗിന് കീഴിലുള്ള ടീകോം ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുമായി സംസ്ഥാനം കരാർ ഒപ്പുവെച്ചത്. 10 വർഷത്തിനുള്ളിൽ 90,000 പേർക്ക് തൊഴിൽ, 88 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടം എന്നിവയായിരുന്നു കരാറിൽ പറഞ്ഞിരുന്നത്. എന്നാൽ കരാർ പ്രകാരം പദ്ധതി പൂർത്തീകരിക്കാൻ ടീകോമിന് കഴിഞ്ഞില്ല. ഇതേ തുടർന്നാണ് പദ്ധതിയിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഇന്നലെ മന്ത്രിസഭാ യോഗം എടുത്തത്. ടീകോം കമ്പനിക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കാനാണ് സർക്കാർ തീരുമാനം. എന്നാൽ 2007 ഒപ്പിട്ട കരാർ പ്രകാരം പദ്ധതി പൂർത്തീകരിച്ചില്ലെങ്കിൽ സർക്കാരിന് ടീകോമാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. അതായത് കരാർ വ്യവസ്ഥ ലംഘിച്ച് അങ്ങോട്ട് പണം നൽകി അവരെ ഒഴിവാക്കാനാണ് സർക്കാർ തീരുമാനം വിചിത്രമാണെന്ന് കരാർ ഒപ്പിടുന്ന സമയത്ത് VSന്റെ IT ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു പറഞ്ഞു. അവരൊരു വീഴ്ച വരുത്തിയാൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുക എന്നുള്ളത് യുക്തിപരമല്ല. അത് നിയമവിരുദ്ധമാണ്, കരാറിന് വിരുദ്ധമാണ്. അതിനിടെ ടീകോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരാവകാശ പരിധിയിൽ വരില്ല എന്ന് സർക്കാർ വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തുവന്നു. സ്മാർട്ട് സിറ്റി സ്വകാര്യ കമ്പനിയാണെന്നും അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്നുമാണ് സർക്കാർ വിശദീകരണം. സർക്കാരിന് സ്മാർട്ട് സിറ്റിയിൽ 16% ഓഹരി ഉണ്ടെന്നിരിക്കെയാണ് സർക്കാർ ഈ വിശദീകരണം നൽകുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.